വെൽക്കം ടു സുൽഫീസ് ക്രിയേഷൻ. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ഫാൻസി ക്ലിപ്പുകളാണ് ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റിക് ടൈപ്പ് അലിഗേറ്ററിൽ നമ്മൾ 2-3 മോഡൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അങ്ങനെ ഷോപ്പുകളിലൊക്കെ ചെന്നാൽ ഈ ടൈപ്പൊക്കെ കിട്ടാൻ വളരെ ഇതാണ്. ആ അലിഗേറ്റർ നമുക്ക് സെപ്പറേറ്റ് കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തന്നെ എടുക്കണം. അപ്പോൾ അതിന് കുറച്ച് അലിഗേറ്റർ, പിന്നെ കുറച്ച് ഫ്ലവർ ബീഡ്സ്, പിന്നെ ലീഫ് പോലത്തെ കുറച്ച് ബീഡ്സ്, പിന്നെ കുറച്ച് വൈറ്റ് ബീഡ്സ്, നമ്മുടെ ഗ്ലൂ, ഇത്ര ഐറ്റംസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. സിമ്പിളായിട്ടുള്ള കുറച്ച് ക്ലിപ്പ് അതിൽ ആ പിങ്ക് ഷെയ്ഡിൽ തന്നെ ഉള്ളൊരു 2 ലീഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ച് വെച്ചു. കണ്ടല്ലോ. ഇനി വളരെ സിമ്പിളാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 10-30 രൂപയൊക്കെ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം കുറച്ച് മെറ്റീരിയൽസ് എടുത്താൽ നമുക്ക് മക്കൾക്ക് കൊടുക്കാം. മക്കളത് കണ്ട് ചോദിക്കുന്നവർക്ക് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ അവർ നമുക്ക് കാശ് തരും. നമുക്കതും ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഫസ്റ്റ് മോഡൽ ഒരു ക്ലിപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കണ്ടല്ലോ, എന്ത് സിമ്പിളായിരുന്നു, എത്ര സമയമെടുത്തു. അപ്പോൾ ഇനി നമുക്ക് വേറൊരെണ്ണം ചെയ്യാം. അതിന് ഞാനൊരു ബ്ലൂ കളറാണ് എടുത്തേക്കുന്നത്. അതിനകത്തും ഇതുപോലെ നമ്മൾ ഗ്ലൂ ചെയ്തു ജസ്റ്റ് ഒരു ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കും. നമ്മുടെ B7000 ഇച്ചിരി സമയം മതി അത് ഒട്ടിയെടുക്കാൻ. 2 ഫ്ലവർ ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അത് ഒട്ടിച്ചിട്ട് സെയിം കളറല്ലെങ്കിൽ നമുക്ക് അലിഗേറ്ററിന് ഡിഫറൻ്റ് ആയിട്ടുള്ള കളറിലെ ഫ്ലവർ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ സെയിം കളറാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ 2 വൈറ്റ് ബീഡ് വെച്ച് കൊടുത്തു. സെക്കൻഡ് മോഡലും റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇച്ചിരി മെനക്കെടുന്ന ടൈപ്പ് ഒരെണ്ണം ഉണ്ടാക്കാം. അപ്പോൾ റെഡ് കളറ് അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് കളറാണ്. നമുക്ക് ഫെൽറ്റ് ഷീറ്റിൽ നിന്നൊരു റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. ആ റൗണ്ടിൽ നമുക്ക് ഗ്രീൻ കളർ ലീഫാണ് നമ്മളിപ്പം ചുറ്റും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം അതും നമുക്ക് സിമ്പിളായിട്ട് ഒട്ടിയെടുക്കാം. ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇച്ചിരി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒട്ടിക്കഴിഞ്ഞാൽ ഇളകി വരത്തുമില്ല. കണ്ടല്ലോ. ഇച്ചിരി സ്പേസ് ഞാൻ എടുത്ത റൗണ്ടിന് കുറവായിരുന്നു. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് ഐഡിയ അതിപ്പം നമുക്ക് ഷോപ്പുകളിൽ പോലും ഞാൻ ചെയ്തേക്കുന്നത് ചിലപ്പോൾ ഷോപ്പുകളിലൊന്നും കണ്ടിട്ടുള്ള ടൈപ്പ് ആയിരിക്കത്തില്ല. അതെൻ്റെ മനസ്സിലല്ലേ തോന്നിയത്. അപ്പോൾ അത് ഒരു റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ആ സെൻറ്റർ പോർഷനിൽ എന്തേലും ഒന്നെങ്കിൽ ഒരു സ്റ്റോൺ ആകാം. ഇപ്പം ഞാനിവിടെ ഒരു ഫ്ലവറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്, ഒരു ഫോം ഫ്ലവർ. കണ്ടല്ലോ, സെറ്റായി. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്കത് നേരിട്ട് നമ്മുടെ അലിഗേറ്ററിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അലിഗേറ്ററിൻ്റെ മേളിൽ ഒരു ഇച്ചിരി പശ തൂത്തിട്ട് നമുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ ഫ്ലവർ അതിനകത്തോട്ടങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ച് ആ ടൈമിൽ പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിക്കത്തില്ലല്ലോ. നമ്മൾ നേരിട്ട് അലിഗേറ്ററിൽ ഒട്ടിക്കുന്ന പോലെ ഒട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇച്ചിരി ഒന്ന് ഇളകി കാണിച്ചത്. ഇനി നമുക്ക് അടുത്ത മോഡൽ കാണാം. അതിന് ഒരു റെഡ് അലിഗേറ്റർ, ഒരു ചെറിയ ഫെൽറ്റ് ഷീറ്റിൻ്റെ റൗണ്ട്, പിന്നെ കുറച്ച് ചെറിയ കളർ ഫ്ലവറും. അതും റെഡ് കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. സെൻറ്ററിൽ മാത്രം ഒരു യെല്ലോ ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തിട്ട് ചുറ്റും നമ്മൾ ആ റെഡ് കളർ ഫ്ലവർ എടുക്കുക. അപ്പം ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ടൊരു ഐഡിയ തോന്നി നമുക്കും പല മോഡലും ചെയ്തെടുക്കാമല്ലോ. ചില കുഞ്ഞുങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ക്ലിപ്പുകളായിരിക്കും ഇഷ്ടം. ചിലരാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ക്ലിപ്പുകൾ. ഇതിപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സും അല്ലാതെ നോർമൽ ഡാർക്ക് ഷെയ്ഡ്സും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ അലിഗേറ്ററും ഈ ഫ്ലവറും എല്ലാം. അപ്പം ജസ്റ്റ് എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇപ്പം സിംഗിൾ ഫ്ലവർ വെച്ച് ചെയ്യാം, ഇതുപോലെ കുഞ്ഞു ഫ്ലവർ വെച്ച് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുത്താൽ അവരെന്തായാലും ഇഷ്ടപ്പെടും. അവർക്ക് ഡെയിലി ഓരോ ടൈപ്പ് വെച്ചുകൊണ്ട് പോകാം. നല്ല ഭംഗിയുള്ള കുഞ്ഞു മുത്ത് പിടിപ്പിച്ച കുഞ്ഞു ക്ലിപ്പുകൾ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടൈപ്പും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് എൻ്റെ വക ഒരു 3-4 ഐഡിയ. ഇനി ബാക്കി സാധനം വാങ്ങിച്ച് നിങ്ങൾ തന്നെ സെപ്പറേറ്റ് ചെയ്ത് നോക്കി പുതിയ ഐറ്റംസ്
ചെയ്ത് നോക്കിയെടുക്കാം. അപ്പം സാധനം വേണ്ടവർ എൻ്റെ ഇൻസ്റ്റാ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റയിലൊരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ സാധനം നമുക്ക് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരുന്നത് സെയിം നമ്മുടെ എന്താ പറയുന്നത് ഓർഡർ എടുക്കുന്ന ദിവസം തന്നെ നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പം എന്താണ്ട് നമ്മുടെ ലാസ്റ്റ് ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ അലിഗേറ്ററിലോട്ടൊന്ന് ഒട്ടിച്ച് വെക്കുക. അതുകൊണ്ട് എളുപ്പം എല്ലാം വളരെ പെട്ടെന്ന് ചെയ്തെടുത്തു. അങ്ങനെ നമ്മൾ 4 മോഡൽ ക്ലിപ്പ് ചെയ്തല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ മെനക്കേടൊന്നുമില്ല, കുഞ്ഞു പിള്ളേർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. കാണാൻ നല്ല ഭംഗിയായി. ഇപ്പോൾ ഈ വീഡിയോയിൽ എത്ര ക്ലിയർ എന്ന് വെച്ചാൽ ആ ഭംഗി എത്ര അറിയുന്നു എന്നറിയത്തില്ല കളറിൻ്റെ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള കളറുകളാണ്. അപ്പോൾ അതാണ്ട നമ്മുടെ 4 ടൈപ്പ് ക്ലിപ്പുകളും റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ക്ലിപ്പുകളാണ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്താം. അതുവരെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണണേ. ബൈ.